നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന 6-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ ശ്ലോകം നാം ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. പ്രയഗ്നാത് യദമാനസ്തു യോഗി സംശുദ്ധഗിൽബിഷഃ അനേകജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പ്രയത്നാത് യതമാനഃ യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതഃ യാതി പരാം ഗതിം. ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. പ്രയത്നാത് യതമാനഃ സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതഃ പരാം ഗതിം യാതി. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. തീവ്ര പ്രയത്നം ചെയ്യുന്ന ധ്യാനയോഗി ക്രമേണ പാപരഹിതനായി കൽബഷരഹിതനായി തീരുന്നു. അനേക ജന്മങ്ങളിൽ താൻ ചെയ്ത യോഗാനുഷ്ഠാനങ്ങൾ കൊണ്ട് യോഗസിദ്ധി നേടി പിന്നെ പരമഗതിയെ, മോക്ഷാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് ശ്രീ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. നമസ്തേ.